അത്യാഡംബര ജീവിതം നയിച്ചവരാണ് ഈജിപ്തിലെ ഫറോവകൾ. നൂറ്റാണ്ടുകൾക്കിപ്പുറവും അത്യാഡംബര ജീവിതത്തിൻ്റെ മങ്ങലേൽക്കാത്ത സ്മാരകങ്ങളായി നിലകൊള്ളുന്നവയാണ് ഈജിപ്തിലെ പിരമിഡുകൾ ഉൾപ്പെടെ നിരവധി ശവകുടീരങ്ങൾ. 1922 തൂത്തൻഖാമ എന്ന ഫറോവയുടെ ശവകുടീരം കണ്ടെത്തിയത്. അതിനുശേഷം നൂറ്റാണ്ടുകൾക്കിപ്പുറവും അത്തരത്തിലുള്ള സമ്പന്നമായ ഫറോവകളുടെ ശവകുടീരം തേടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് തൂത്തൻഖാമൻ്റെ പൂർവികനായിരുന്ന തുത്മോസ് രണ്ടാമൻ്റെ ശവകുടീരം ഡോക്ടർ പിയേഴ്സ് ലിതർലാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം കണ്ടെത്തിയത്. ഈജിപ്തിൻ്റെ 18ാം രാജവംശത്തിലെ ഫറോവമാരുടേതിൽ കണ്ടെത്താനുണ്ടായിരുന്ന ഒരേ ഒരു ശവകുടീരമായിരുന്നു തുത്മോസിൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ മമ്മി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നെങ്കിലും ശവകുടീരം കണ്ടെത്തിയിരുന്നില്ല. ഫറോവമാരിൽ ഭൂരിഭാഗം പേരുടെയും മമ്മികൾ ശവകുടീരങ്ങൾക്കകത്ത് തന്നെയാണ് ഉള്ളതെങ്കിലും അപൂർവം ചിലരുടെ ശവകുടീരം അവരെ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി പ്രത്യേകം തന്നെ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ തന്നെയായിരുന്നു തുത്മോസ് രണ്ടാമൻ്റെ ശവകുടീരവും കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. രാജാക്കന്മാരുടെ താഴ്വരയിൽ മറ്റു ഫറോവമാരുടെ ശവകുടീരമുള്ളതിന് 2 കിലോമീറ്റർ മാറിയാണ് 18ാം രാജവംശത്തിലെ ഫറോവമാരുടെ ശവകുടീരങ്ങൾ. ഇവിടെ പ്രധാനമായും സ്ത്രീകളെയാണ് അടക്കം ചെയ്തിരുന്നത്. തുത്മോസിൻ്റെ പത്നിയും അർദ്ധ സഹോദരിയുമായ ഹത്ഷേപ്സൂതിൻ്റെ ശവകുടീരവും ഇവിടെയാണ് ഉള്ളത്. ലക്ഷോർ സിറ്റിയിൽ ഗിസ പിരമിഡിന് സമീപം തീബൻ നെക്രോപോളിസ് എന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറൻ താഴ്വരയിലായിരുന്നു തുത്മോസിൻ്റെ ശവകുടീരം. കൊട്ടാരത്തിലെ അന്തപുര സ്ത്രീകളുടെ മമ്മികൾ സൂക്ഷിച്ചിരുന്ന പ്രദേശത്ത് അധികം ശ്രദ്ധയെത്താത്ത ഭാഗത്തായിരുന്നു ഇതുണ്ടായിരുന്നത്. 2 വർഷം മുമ്പ് തന്നെ ഇവിടെ ലിതർലാൻഡും സംഘവും തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കാര്യമായ പ്രതീക്ഷയോടെയായിരുന്നില്ല ഇത്. കൊട്ടാരം സ്ത്രീകളുടെ ശവകുടീരമുള്ളിടത്തെങ്ങനെ തുത്മോസിൻ്റെ കുടീരമുണ്ടാകും എന്നതായിരുന്നു അതിൻ്റെ പ്രതീക്ഷ മങ്ങുന്നതിലെ പ്രധാന കാരണം. പക്ഷേ കഴിഞ്ഞ ദിവസം മണ്ണ് മാറ്റിയപ്പോഴാണ് ഒരു കാര്യം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശവകുടീരമുള്ളതിൽ ഒരിടത്ത് മണ്ണ് ഒരു പ്രത്യേക രീതിയിലാണ്. അവിടെ പ്രത്യേകമായി എന്തോ ഉണ്ട്. വീണ്ടും പരിശോധിച്ചപ്പോൾ അലങ്കരിച്ച നിലയിൽ ഒരു പ്രവേശന കവാടം. ഫറോവമാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന അവകാശമായിരുന്നു അത്. ഇത്രയും കാലമായിട്ടും യാതൊരുവിധ കേടുപാടുകളും തുത്മോസിൻ്റെ കല്ലറയ്ക്ക് പറ്റിയിരുന്നില്ല. ആ കല്ലറയുടെ മേൽക്കുരയ്ക്ക് നീല നിറമായിരുന്നു. മഞ്ഞ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ച അത്തരം മേൽക്കുരകൾ ഫറോവമാരുടെ കല്ലറകളുടെ മാത്രം പ്രത്യേകതയായിരുന്നു. വലിയ സ്റ്റെയർ കേസുകളും നിരതെറ്റിയ പോലെ പണിതുയർത്തിയ ഇടനാഴികളുമായിരുന്നു തുത്മോസിൻ്റെ ശവകുടീരത്തിലുണ്ടായിരുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് നിരങ്ങി നീങ്ങാവുന്ന 10 മീറ്റർ മാത്രം നീളമുള്ള പ്രവേശന കവാടം. അത് കഴിഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഇടനാഴിയാണ്. ഈ ഇടനാഴി എത്തുന്നത് അലങ്കരിച്ച മേൽക്കൂരയുള്ള വലിയ മുറിയിലേക്കും. രാജാക്കന്മാരുടെ കല്ലറകളിലുള്ള മതാചാരപ്രകാരമുള്ള എഴുത്തുകൾ ആ മുറിയുടെ ഭിത്തിയിലും ഉണ്ടായിരുന്നു. ഇതാണ് അത് ഒരു രാജാവിൻ്റെ ശവകുടീരമാണെന്ന നിഗമനത്തിലേക്ക് ലിതർലാൻഡിനെയും കൂട്ടുകാരെയും എത്തിച്ചത്. ആ പ്രദേശം 18ാം രാജവംശത്തിലെ ഫറോവമാർക്ക് വേണ്ടി നീക്കിവെച്ചതായിരുന്നതിനാൽ കല്ലറ തുത്മോസിൻ്റേതാകാമെന്ന് അവർ ഉറപ്പിച്ചു. ആ മുറിക്കപ്പുറത്ത് ഇതിന് കൂടുതൽ തെളിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സംഘത്തിന് പക്ഷേ തെറ്റി. പ്രവേശന മുറിക്കപ്പുറം വലിയ കെട്ടുകളായി സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും പ്രതീക്ഷിച്ച ലിതർലാൻഡിനെയും കൂട്ടുകാരെയും കാത്തിരുന്നത് പൂർണ്ണമായും ഒഴിപ്പിക്കപ്പെട്ടതിൻ്റെ ലക്ഷണങ്ങളുള്ള മറ്റൊരു മുറിയായിരുന്നു. അവിടം പരിശോധിച്ച ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് മനഃപൂർവ്വം കാലിയാക്കിയ ഒരു മുറിയാണ്. ഇവിടം കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല. പിന്നീടാണ് ആ പ്രദേശത്ത് നടന്ന ഒരു പ്രളയത്തെക്കുറിച്ച് അവർ ചരിത്രരേഖയിൽ നിന്ന് തപ്പിയെടുത്തത്. ആ വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു തുത്മോസിന് ശവകുടീരം ഒരുക്കിയിരുന്നത്. തുത്മോസിനെ അടക്കിയതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പ്രളയമുണ്ടായി. ഈ പ്രളയം ശവകുടീരത്തിന് കാര്യമായ കോട്ടം വരുത്തിയില്ലെങ്കിലും ഇനിയൊരു പ്രളയത്തിൻ്റെ സാധ്യത കണക്കിലെടുത്ത് സ്വർണവും രത്നങ്ങളും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റി. ഈ വസ്തുക്കൾ എവിടെയാണ് എന്നത് ഇനിയും കണ്ടെത്താനായിട്ടില്ല. തുത്മോസിനായി കരുതിയ എല്ലാ അമൂല്യ വസ്തുക്കളും ഈ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. കല്ലറ പൂർണ്ണമായും ഒഴിപ്പിച്ചെങ്കിലും ഏതാനും ചില വസ്തുക്കൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഉള്ളുപൊള്ളയായ അലബാസ്റ്റർ ജാറുകളുടെ ശേഷിപ്പുകൾ. ഈ ജാറുകളിൽ തുത്മോസിൻ്റെയും പത്നി ഹത്ഷേപ്സുതിൻ്റെയും പേരുകൾ കൊത്തിവെച്ചിരുന്നു. ഇതോടെ ശവകുടീരം ആരുടേതെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായി. തുത്മോസിൻ്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെടുത്ത അവശേഷിക്കുന്ന വസ്തുക്കളിൽ അലബാസ്റ്റർ ജാറുകളുടെ അവശിഷ്ടങ്ങളാണ് ഉള്ളത്. മരിച്ചവരെ അടക്കം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചില കസേരകളുടെ ഭാഗങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തുത്മോസിൻ്റെ കല്ലറയ്ക്കായി 12 വർഷത്തോളം നീണ്ട തെരച്ചിലാണ് ലിതർലാൻഡും സംഘവും നടത്തിയത്. ഈജിപ്ഷ്യൻ പുരാവസ്തു വകുപ്പും ഗവേഷണത്തിനുണ്ടായിരുന്നു. തുത്മോസിൻ്റെ ശവകുടീരത്തിനായി തീബൻ കുന്നുകളിൽ നടത്തിയ തിരച്ചിലിൽ 54ഓളം കല്ലറകളാണ് സംഘം കണ്ടെത്തിയത്. ഇവയിൽ 30 എണ്ണം രാജപത്നിമാരുടെയും അന്തപുരം സ്ത്രീകളുടെയും കല്ലറകളായിരുന്നു. ഇതിലൊരു കല്ലറ ആയിരുന്നു തുത്മോസിൻ്റേതും.
കല്ലറ പെട്ടെന്ന് കണ്ടെത്താതിരിക്കാനായിരിക്കണം അന്തഃപുരം സ്ത്രീകൾക്കിടയിൽ തുത്മോസിനെ അടക്കം ചെയ്തത്. തുത്മോസിന്റെ മമ്മി കണ്ടെത്തിയത് 19-ാം നൂറ്റാണ്ടിൽ ദെയിർ അൽ ബാഹിരി കുന്നിലെ ഒരു പ്രദേശത്തായിരുന്നു. ഇവിടെയാണ് ഹത്ഷേപ്സൂദിന്റെ ക്ഷേത്രമുള്ളത്. ഭരണകാലത്ത് പോലും ഹത്ഷേപ്സൂദിന്റെ പേരിനൊപ്പം അറിയപ്പെടാനായിരുന്നു തുത്മോസ് രണ്ടാമന്റെ വിധി. സൈനിക കാര്യങ്ങളിലും ഭരണത്തിലുമൊന്നും പൂർവികരുടേതുപോലെ മികവ് പുലർത്താനാവാത്ത ഫറവോ ആയിരുന്നു തുത്മോസ് രണ്ടാമൻ. അതുകൊണ്ട് തന്നെ ഹത്ഷേപ്സുദിന് പലപ്പോഴും ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നു. ജീവിച്ചിരിക്കെ ദുർബലനായിരുന്ന തുത്മോസ് രണ്ടാമൻ മരണശേഷവും തൻ്റെ പ്രിയപത്നി ഹത്ഷേപ്സുദിൻ്റെ പേരിൽ അറിയപ്പെടാനാണ് തുത്മോസ് രണ്ടാമൻ്റെ വിധി. അതുകൊണ്ടാണല്ലോ ഹത്ഷേപ്സുദിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മമ്മി അടക്കം ചെയ്തത്. താങ്ക് യു.